അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 21/8/2026 UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലയെ പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. നാം റബീഉൽ അവ്വൽ മാസത്തിലാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം. മൗലിദിൻ നബിയുടെ ഓർമ്മകൾ നമ്മെ തഴുകി തലോടുന്ന ഈ സന്ദർഭത്തിൽ തിരുനബിയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന, തിരുനബിയുടെ ചരിത്രവും അവിടുത്തെ ജീവിതചര്യകളുമൊക്കെ നാം പഠിക്കുകയും പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സമയം, ഖുർആൻ പറഞ്ഞതുപോലെ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. എന്താണ് യഥാർത്ഥ പ്രവാചക സ്നേഹം? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമുക്ക് എങ്ങനെ പിൻപറ്റാൻ സാധിക്കും? അതിന് നാം കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെപ്പറ്റി പഠിക്കണം. അവർ അവരുടെ ജീവിതം മുഴുവനും തിരുനബിയുടെ ഹദീസിനു വേണ്ടി നീക്കിവെച്ചവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രമുഖനാണ് അൽ ഇമാമു മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ. മദീന മുനവറയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, ലോകം മുഴുക്കെ വിജ്ഞാനം പ്രസരിപ്പിച്ച, അവരുടെ മദ്ഹബ് കിഴക്കിലും പടിഞ്ഞാറിലുമൊക്കെ പ്രസിദ്ധി നേടിയ, അവരെപ്പറ്റി പറയപ്പെടാറുണ്ട് ഇദാ ദുഖിറൽ ഉലമാഉ ഫമാലിക്കുൻ അന്നജും. പണ്ഡിതന്മാരെ പറയപ്പെടുമ്പോൾ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിലെ നക്ഷത്രമാണ്. മദീന മുനവ്വറയിൽ ജനിച്ച് അവിടുത്തെ വിജ്ഞാനം ഉറവപ്പെട്ടുന്ന വീട്ടിൽ വളർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ശീലിച്ച് അവരുടെ പിതാമഹൻ പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്ന താബീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരുമൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർ. ഉമ്മയോ വിജ്ഞാനത്തെ ഏറെ സ്നേഹിക്കുകയും പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തി. മാലിക് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ ഉമ്മയോട് വിജ്ഞാനം തേടിപ്പോകാനുള്ള സമ്മതം ചോദിച്ചപ്പോൾ ഉമ്മ പറയുകയുണ്ടായി, തആൽ ഫൽബസ് സിയാബൽ ഇൽം, നീ വാ, ഇൽമ് പഠിക്കാൻ പോകുന്നവർ ധരിക്കുന്ന ആ നല്ല വേഷം നീ ധരിക്ക്. ഏറ്റവും നല്ല വേഷം ധരിപ്പിച്ച് അവർ മോനോട് പറഞ്ഞു, ഇദ്ഹബ് ഫക്തുബുൽ ഇൽം, നീ പോയി പഠിക്ക്, പഠിക്കുന്ന വിജ്ഞാനം നീ പകർത്തി എഴുതണം. അവരെ നന്മയുടെ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഉമ്മ. മഹാനായ റബീഅത്ത് ബിനു അബി അബ്ദുറഹ്മാൻ, ആ കാലഘട്ടത്തിലെ മദീനയിലെ ഏറ്റവും പ്രശസ്തനായ ഫഖീഹ്, മോനോട് ഉമ്മ പറയുകയാണ്, തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമി, നീ അവരുടെ അടുക്കൽ ചെന്ന് അറിവ് പഠിക്കുന്നതിൻ്റെ മുമ്പ് അവരിൽ നിന്ന് നീ അദബ് പഠിച്ച് അത് പകർത്തണം. മഹാനവറുകൾ അറിവ് സമ്പാദിക്കുന്നതിൽ, പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായി സമയം മുഴുക്ക അതിനുവേണ്ടി നീക്കിവെച്ചു. അത് മനഃപ്പാടമാക്കാവുന്നത്ര മനഃപ്പാടമാക്കി. അതിന് വലിയ ബഹുമാനവും ആദരവും കൊടുത്തു. മഹാനവറുകൾ പറയുന്നുണ്ട്, കുൻതു ആത്തി നാഫിഅൻ നിസ്ഫൻ നഹാർ, ഞാൻ മഹാനായ നാഫി റഹിമഹുല്ലയുടെ അടുത്ത് ഉച്ച സമയത്ത് ചെല്ലും. വമാ തുദില്ലുനി ശജറു മിനശംസി ഇലാ ഖുറൂജി, ഞാൻ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ എനിക്ക് തണലിട്ട് തരാൻ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ അടുക്കൽ ചെന്നാൽ ഞാൻ ബഹുമാനത്തോടു കൂടി ഒരല്പസമയം മാറി നിൽക്കും. പിന്നെ അവർക്ക് സലാം പറയും. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും, കൈഫ ഖാല ബിനു ഉമർ ഫീ കദാ വകദ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ എന്താണ് അവരുടെ നിർദ്ദേശം എന്ന് ചോദിച്ച് മനസ്സിലാക്കും. വളരെ താല്പര്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവർ പഠിച്ചു. അവർക്ക് കുറേ അറിവുകൾ സമ്പാദിക്കാൻ സാധിച്ചു. 21 വയസ്സ് പ്രായമായപ്പോൾ തന്നെ അവർക്ക്
മതവിധി കൊടുക്കാൻ പണ്ഡിതലോകം സമ്മതം കൊടുത്തു. അവരെപ്പറ്റി 70 പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലെ മഹാരഥന്മാർ സാക്ഷി പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവരെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. മഹാനായ മാലിക് റഹിമഹുല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. അത് പറഞ്ഞു കൊടുക്കുന്നതിൽ വല്ലാതെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. ഇദാ ശക്ക ഫി ഹദീസിൻ തറഹഹു കുല്ലു, ഒരു ഹദീസിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ആ ഹദീസ് പറഞ്ഞു കൊടുക്കില്ല, അത് പൂർണ്ണമായി മാറ്റിവെക്കും. സൂക്ഷ്മതയാണത്. അവരുടെ അടുക്കലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വന്നാൽ അവർ കുളിച്ചു ശുദ്ധിയാകും, ഏറ്റവും നല്ല സുഗന്ധം പുരട്ടും, ആകർഷകമായ രീതിയിൽ നല്ല വസ്ത്രം ധരിക്കും. വളരെ ഭക്തിയോടുകൂടെ ആ മുതഅല്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പറയും, ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹദീസിനെ ബഹുമാനിക്കൽ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മാ ഉഹിബ്ബു ലി അഹദിൻ അൻഅമല്ലാഹു അലൈഹി ഇല്ലാ അൻ യുറാ അസറ നിഅമതിഹി അലൈഹി, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്തു അത് അയാളിൽ പ്രകടമായിട്ടൊഴികെ. വബിഖാസത്തിൻ അഹ്ലുൽ ഇൽമ്, വിശിഷ്യ പണ്ഡിതന്മാർ, വിജ്ഞാനം അന്വേഷിക്കുന്നവർ, അത് ഇൽമിനോടുള്ള ബഹുമാനവും ആദരവും കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് അവർ കൊടുക്കുന്ന ഉപദേശമാണ്. ഹഖുൻ അലാമൻ തൊലബൽ ഇൽമ അൻ യകൂന ലഹു വഖാറുൻ വസകീനത്തുൻ വഖശിയത്തുൻ, വിജ്ഞാനം അന്വേഷിച്ച് പുറപ്പെടുന്നവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ബഹുമാനവും ആദരവും അള്ളാഹുവിലുള്ള ഭയപ്പാടും. അങ്ങനെയാവണം അവർ ഇൽമ് അന്വേഷിക്കേണ്ടത്. മഹാനവറുകളുടെ വിജ്ഞാനത്തിൻ്റെ സദസ്സ് ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞതായിരുന്നു. അവിടെ തർക്കവതർക്കങ്ങളില്ല. അൽ ജിദാലു ഫിൽ ഇൽമി യദ്ഹബു ബിനൂരിൽ ഇൽമി മിൻ ഖൽബിൽ അബ്ദി, ആ അറിവിൻ്റെ സദസ്സുകളിൽ വെച്ച് അനാവശ്യമായ തർക്കങ്ങൾ ഇൽമിൻ്റെ വെളിച്ചത്തെ അത് കെടുത്തിക്കളയും. അതോടൊപ്പം തന്നെ ഹൃദയങ്ങളിൽ അത് യൂരിസു ലഗാഇൻ, പകയും വിദ്വേഷവും ഉണ്ടാക്കും. വിദ്യാർത്ഥികളോട് ഉപദേശിക്കും, മൻ റഫഅ സൗതഹു ഇൻദ ഹദീസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ റഫഅ സൗതഹു ഫൗഖ സൗതി റസൂലില്ലാഹ്, ഹദീസ് പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും മര്യാദക്കുറവായി ശബ്ദം ഉയർത്തിയാൽ അത് നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്തുന്നത് പോലെയാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം ഓതിക്കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, ഓ വിശ്വാസികളെ, നിങ്ങൾ നബിതങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർത്തി ശബ്ദം കൊണ്ട് സംസാരിക്കരുത് എന്ന ഖുർആനിൻ്റെ നിർദ്ദേശം അവരോട് പറയും. മഹാനായ മാലിക് റഹിമഹുല്ല അവർ ഫത്വ കൊടുക്കുമായിരുന്നു. ആ ഫത്വ കൊടുക്കുമ്പോൾ, മതവിധി പറയുമ്പോൾ വല്ലാതെ സൂക്ഷ്മത പുലർത്തും. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാത്തിക്കും വഅൻതും തഅലമൂൻ, ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വഞ്ചന കാണിക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ നിങ്ങൾ അമാനത്തിലും വഞ്ചന കാണിക്കരുത്. ഒരു വ്യക്തി അവരോട് വന്നിട്ടൊരു മതവിധി ചോദിച്ചു. അവർ അതിന് പറഞ്ഞ മറുപടി ലാ ഉഹ്സിനുഹ, അത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വന്നയാൾ പറഞ്ഞു, സാഫർതു ഇലൈക മിൻ ബലദിൻ ബഈദ്, ഞാനൊരു വിദൂര ദിക്കിൽ നിന്നാണ് തങ്ങളുടെ അടുത്തേക്ക് വന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഫഅഖ്ബിർ ഖൗമക അന്നീ ലാ ഉഹ്സിനുഹ, എന്നാൽ നിന്റെ ജനങ്ങളോട് നീ പറയണം, ഞാൻ അതിനെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയണം. അവരുടെ സൂക്ഷ്മതയാണ് മതവിധി കൊടുക്കുന്ന സന്ദർഭത്തിൽ. എങ്ങനെയായിരുന്നു അവർ മതവിധി കൊടുക്കുമ്പോൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു മതകാര്യം അവരോട് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ പറയും, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നവൻ, അവനിൽ നിന്നാണ് എല്ലാ കഴിവും. ദീർഘകാലം വിജ്ഞാനത്തിലായിക്കൊണ്ട് അവർ ജീവിച്ചു. രാവും പകലും വിജ്ഞാനത്തിലായി അതിൻ്റെ പ്രസരണത്തിലായിക്കൊണ്ട് ചെലവഴിച്ചു. ഏറ്റവും നല്ല സ്വഭാവക്കാരനും പെരുമാറ്റക്കാരനും കൂടെയുള്ളവരോടും മക്കളോടും കുടുംബത്തോടുമൊക്കെ
നല്ല പെരുമാറ്റം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫീദാലിക മർലാത്തുല്ലി റബ്ബിക്, ഇങ്ങനെ പെരുമാറുന്നതിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. വമസ്റാത്തുൻ ഫി മാലിക്, നിൻ്റെ സമ്പത്തിൻ്റെ വർധനവ്. വമൻസഅത്തുൻ ഫി അജലിക്, നിനക്ക് അവധി നീട്ടിക്കിട്ടൽ അഥവാ ദീർഘായുസുണ്ടാകൽ. അവർക്ക് വഫാത്തെടുത്തപ്പോൾ ഷഹാദത്ത് ഉറക്ക ചൊല്ലി. പിന്നെ ഖുർആനിലെ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് എന്ന ആയത്ത് ഓതി മദീന മുനവ്വറയിൽ അവർ വഫാത്തായി. ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജറ 179 ജന്നത്തുൽ ബഖീയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ ചാരത്ത് അവർക്ക് ഖബറൊരുക്കി. അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കട്ടെ. മറ്റു 4 ഇമാമിങ്ങൾക്കും അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. അവർ പഠിച്ചു, അവരുടെ രാജ്യത്ത് അവർ ആ പഠിച്ച അറിവ് സൂക്ഷ്മതയോടുകൂടെ പറഞ്ഞു കൊടുത്തു. ജനങ്ങൾക്ക് അവരുടെ വിജ്ഞാനം വല്ലാതെ ഉപകാരപ്പെട്ടു. അതോടൊപ്പം തന്നെ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുകയും ഇടപഴകുകയും ചെയ്തു. വിനയവും താഴ്മയും അവർ മുഖമുദ്രതയാക്കി. മഹാനവറുകൾ ഉപദേശിക്കാറുണ്ടായിരുന്നു, അലൈക ബി മുജാലസത്തി മൻ യസീദു ഫി ഇൽമിക ഖൗലുഹു, നീ പോയിരിക്കുന്ന സദസ്സ് അവരുടെ വാക്കുകൾ നിനക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരുന്ന വാക്കുകളാകണം. അങ്ങനത്തെ മജ്ലിസിൽ പോയിരിക്കണം. വയദ്ഉക ലിഹാലിൽ ആഖിറത്തി ഫിഇലുഹു, അവരുടെ പ്രവർത്തനങ്ങൾ നിന്നെ ആഖിറത്തിലേക്ക് പ്രേരിപ്പിക്കും. അങ്ങനത്തെ പ്രവർത്തനവും ഉള്ളവരുടെ മജ്ലിസിൽ നീ ഇരിക്കണം. അവരുടെ ചരിത്രം നാം പഠിക്കണം, അവരുടെ ഫിഖ്ഹ് നാം പകർത്തണം. അവർ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. വിജ്ഞാനം അന്വേഷിക്കുന്നതിൽ നാം എപ്പോഴും ബദ്ധശ്രദ്ധരാകണം. നമ്മുടെ രാജ്യത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകമായി അതിനുവേണ്ടി നാം സംവിധാനിച്ച ചാനലുകളിൽ നിന്നും നാം അതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് അറിവ് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനവറുകളെയും നമ്മളെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.